ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ ഷാർജയിലുള്ള വാസിത് വെറ്റ്ലാൻഡ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഏകദേശം ഇപ്പോൾ ടൈം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണി കഴിഞ്ഞു. അപ്പോൾ പകൽ സമയത്ത് വന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഗ്രീനറിയും ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 15 dirhams ആണ് അഡൽട്സിന്. കിഡ്സിന് ഫ്രീ ആണ് തോന്നുന്നു. കിഡ്സിന് ഫ്രീ ആണ്, അങ്ങനെയാണ്. പിന്നെ ഇവിടെ ബഗ്ഗി റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് കാണിക്കും. ആക്ച്വലി ഞങ്ങളിപ്പോൾ ജസ്റ്റ് എൻ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് വാസിത് വെറ്റ്ലാൻഡ് സെൻറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയ. ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. നേരത്തെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയാസ് കിട്ടും. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കിടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ വണ്ടിയിലുള്ള റൈഡല്ല, ഫസ്റ്റ് നമ്മൾ നടന്ന് കാണാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. ആക്ച്വലി ഞാൻ ഒരുപാട് വർഷമായി ഷാർജയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ. അത്രയും സ്ഥലത്താണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നും കൂടിയും ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ പോണ വഴിക്കൊക്കെ നമ്മൾ ബേർഡ്സിനെ കാണാനാണ് പോണത്. പോണ വഴിക്ക് ചുമരുമൊക്കെ ബേർഡ്സിൻ്റെ കുറച്ച് സംഭവങ്ങളും ബേർഡ്സിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസൊക്കെ അങ്ങനെ ഓരോരോ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എയർവേയിലോട്ടാണ് പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് ഈ ബേർഡ്സിനെ കാണാൻ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേർഡ്സുകളുണ്ട്. ആക്ച്വലി വാദി ബേർഡ്സ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചൂട് കാലത്തായിട്ട് നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് കാണാം. പക്ഷേ എക്സ്ട്രീം ഹോട്ട് സീസണിൽ ഈ സംഭവം അവിടെ ക്ലോസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഈ ബേർഡ്സ് പുറത്തോട്ട് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നെറ്റൊക്കെ വെച്ചിട്ട് അറേബ്യൻ പാറ്റഡ്സ് എന്നാണ്. പിന്നെ വേറെ ഇതെന്താണ്, കുറേ ബേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്തത് ഞാനല്ല, എൻ്റെ മോളാണ്. അതുകൊണ്ട് കുറച്ചൊരു ഗിംബൽ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നീ വീഡിയോ എടുത്തെന്ന് പറയുക ചെയ്ത്. ഞാൻ എൻ്റെ ഫോണിൽ വേറെ രീതിയിൽ വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. സോ അവൾ വീഡിയോ എടുത്ത കാരണം കുറച്ച് ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എനിവേ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം. ഒന്നും കൂടി കുട്ടീനെ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് കണ്ടില്ല, ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അവർക്കൊരു നെസ്റ്റൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ ആക്ച്വലി പോയ സമയത്ത് അവിടെ ബേർഡ്സിന് തീറ്റ കൊടുക്കുമായിരുന്നു. ഒരാൾ അതിൻ്റെ ഉള്ളിൽ കടന്ന് തീറ്റ കൊടുക്കും. പിന്നെ അവിടെ ഒരുപാട് ബേർഡ്സ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കല്ല, ഒരുപാട് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്. രസമാണ് കേട്ടോ. എത്രയും വർഷമായിട്ട് ഞാനിത് കണ്ടില്ലല്ലോ ഞാൻ വൈകിപ്പോയോ എന്നുള്ളൊരിതുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളിവിടെ ഹോട്ട് സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ പുറത്തുള്ള റൈഡൊന്നുമില്ല, ഉള്ളിലുള്ള ഈ സിയിലുള്ള കാഴ്ചകൾ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഫുള്ള് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ചെറിയൊരു ഗെയിംസ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുട്ടികൾക്കുള്ള കുറച്ച് ഇതുണ്ട്. ആക്ച്വലി നിങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് ഇവിടെ വരികയാണെങ്കിൽ നല്ലതാണ്. അവർക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ ബേർഡ്സിൻ്റെ എഗ്സും കാര്യങ്ങളും ഉണ്ട്. എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 10-12 മിനിറ്റേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. അത് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഇത് നല്ല ഭംഗിയിട്ടേ ബേർഡ്സിനെ കാണാൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. ഇങ്ങനെ ശരിക്കും അവരുടെ ഒരു നേച്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അല്ലാതെ കൂട്ടിൻ്റെ ഉള്ളിൽ എന്നുള്ളൊരു ബോധമൊന്നും അങ്ങനത്തെ ഒന്നും തോന്നില്ല അവർക്ക് അത്രയും. പിന്നെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേർഡ്സിനെ സൗണ്ട് കേൾക്കാം. മുകളിൽ നിന്നൊരു ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ വളരെ ചെറുതായിട്ട് ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ബേർഡിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം. ഇത് എന്താ സംഭവം മനസ്സിലായത്, ഒരു വെറൈറ്റി ആയിട്ടൊരു ബേർഡ്, മഞ്ഞ കളറിൽ. പിന്നെ വേറൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെ എന്താ പറയുക, ഇതുണ്ട്, എന്താ പറയുക, ഫ്ലെമിംഗോസ്. ഭയങ്കര ഭംഗിയാണ് ഫ്ലെമിംഗോസിനെ കാണാൻ. അവർ ഈ ചതുപ്പ് നിലത്തിലാണല്ലോ ഫ്ലെമിംഗോസ് ഉണ്ടാവുക. അതും ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അവർക്ക് അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളവും മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്ലെമിംഗോസിനെ കാണാൻ. അവരെ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ. അവർ ഒരു കാലിങ്ങനെ കുറേ നേരം നിൽക്കും. ചിലതിങ്ങനെ ഒരു കാല് കുറേ നേരം നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഒറിജിനൽ ബേർഡ്സ് തന്നെയാണ്, ഇളകാതെ നിൽക്കും. അത് ഞാൻ കുറേ നേരം നോക്കി നിന്നു അങ്ങനെ. പിന്നെ വെള്ളത്തിൽ കൂടെ കുറേ ബേർഡ്സ് പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഇരുന്ന് കാണാൻ. പിന്നെ ജസ്റ്റ് അഡൽട്സിന് 15 dirhams. ഈ ബേർഡിനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ഒറിജിനലല്ല. നോക്കുമ്പോൾ ഒറിജിനലാണ്, ഇളകുന്നുണ്ട്. പിന്നെ അഡൽട്സിന് 15, കിഡ്സിന് അവർ ഫ്രീ ആയിട്ടാണ് വിടുന്നത്. സോ കുട്ടികളൊക്കെ ആയിട്ട് വരിക, കിഡ്സിന് ഫ്രീ അല്ലേ. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരിക. ആക്ച്വലി ഒരു 2.5 hours റൈഡ് ഉണ്ട്. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇനി പുറത്തുള്ള കാഴ്ചകളാണ്. നമ്മൾ ചതുപ്പ് നിലത്തിലോട്ട് വണ്ടിയിൽ കൊണ്ടുപോവാണ്. ആ വണ്ടിയിൽ ഡ്രൈവറും ഉണ്ടാകും. ഡ്രൈവർ തന്നെയാണ് ഗൈഡായിട്ട് സംസാരിക്കുക.
നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷേ ഞങ്ങളുടെ കൂടെ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള വണ്ടി തന്നെ വേണം. ബസ് പോലത്തെ വേറൊരു വണ്ടിയുണ്ട്, സൈഡ് വ്യൂ ഒക്കെ കിട്ടുന്നത്. അതിൽ കയറണ്ട, എനിക്ക് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ കയറണം പറഞ്ഞപ്പോൾ ഇതിൽ വേറെ അറബി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് അറബിയായിരുന്നു. അപ്പോൾ പറയുന്നത് മുഴുവൻ അറബിയാണ് അവർ. ആ ഗൈഡ് സ്ത്രീ ആയിരുന്നു. ആ ഗൈഡ് പറയുന്നത് മുഴുവൻ അറബിയാണ്. എന്ന് വെച്ചാൽ ഇവർ കൂടെയുള്ള ആളുകൾ മൊത്തം അറബ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് അറബി അത്ര അറിയാത്തത് കൊണ്ട് ഇവളെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഇവിടെ ഉള്ള ബേർഡ്സിനെ അതിൻ്റെ ജീവജാലങ്ങളെ കുറിച്ചിട്ടാണ് അവൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവുക. അപ്പോൾ അതൊന്നും ഞങ്ങൾ കെയർ ചെയ്തില്ല, എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇത് ഞങ്ങളുടെ ബാക്കിൽ വരുന്ന ബസ് പോലത്തെ വണ്ടിയാണ്. അപ്പോൾ എന്താ പറയുക, നല്ല രസമുള്ള യാത്രയായിരുന്നു. പക്ഷേ ഈ യാത്ര ഉണ്ടല്ലോ, ആക്ച്വലി ഒരു 40-45 മിനിറ്റ്സ് ഉണ്ട് ഈ യാത്ര. ഓരോ സ്ഥലത്തും നമുക്ക് ഈ ബേർഡ്സിനെ കാണാനുള്ള വ്യൂ പോയിൻറ്റും പിന്നെ വെള്ളത്തിൽ അതിൽ നോക്കാനുള്ള സൂക്ഷ്മദർശിനിയല്ലേ അതന്നെ, അതിൽ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ കുറേയൊക്കെ വീഡിയോസ് വെട്ടിച്ചുരുക്കി കേട്ടോ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഇതിൻ്റെ ഇവർ ഉദ്ദേശിച്ച ചതുപ്പ് നിലത്തിലോട്ട് എത്തി, വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് വാസ്റ്റ് ഏരിയയാണ്. എത്ര സ്ഥലത്താണെന്ന് അറിയാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന്. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ഈ ചതുപ്പ് നിലത്തിൽ ഇങ്ങനെ വെള്ളമല്ലാതെ ചളി നിൽക്കുന്ന പോലത്തെ ഉണ്ടാവില്ല, അവിടെയൊക്കെ എത്തുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ഒക്കെ ഓരോ വ്യൂ പോയിൻറ്റുകളാണ്. എന്നിട്ട് ബേർഡ്സിനെ നോക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടെ നിന്നിട്ട് കുറേ വണ്ടികൾ നിർത്തി നിന്ന് നോക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒക്കെ എന്താ പറയുക, ഈ ഇതിൻ്റെ ഫ്ലെമിംഗോസിനെയും ബേർഡ്സിനെയും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുക കാര്യമായിട്ട്. പക്ഷേ ഷാർജയിൽ ഇത്രയും സ്ഥലത്ത് ഇത്രയും സംഭവം കണ്ടോ എന്നുള്ളത് പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ വന്ന് കാണുക, തണുപ്പ് സമയത്ത് വന്ന് കാണുക. അപ്പോൾ കുറച്ചുകൂടി വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ആക്ച്വലി നമ്മൾ ഈ വഴി കൂടെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ചെടി പിടിപ്പിച്ച് മതിൽ പോലെ നിർത്തിയത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതാണെന്നുള്ള സംഗതി ഈ വഴി കൂടെ എത്രയോ വട്ടം പോയിട്ടുണ്ട്, അറിയില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു കാലിൽ എത്ര നേരം നിൽക്കുന്നറിയോ. അപ്പോൾ ഞങ്ങൾ ചതുപ്പ് നിലത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഈ ഒരു കാട് പിടിച്ച പോലത്തെ സ്ഥലങ്ങളാണ്. ആക്ച്വലി റോഡ് സൈഡിലാണ്, പക്ഷേ ഉള്ളിലോട്ട് കയറി ശരിക്കും കാട് പോലെ, ആ നേച്ചറിനെ അവർ പ്രിസർവ് ചെയ്ത് വെച്ച പോലെ. പിന്നെ ചെറുതായിട്ട് പോണ വഴിക്ക് മാനിനെയൊക്കെ കണ്ടു ഒച്ച ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ ദൂരത്തു നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പോണ വഴിക്ക് ഇങ്ങനെ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഓടിപ്പോകും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.